ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് എന്ത് വീഡിയോസ് ഇടണമെന്ന് അറിയാതിരുന്നപ്പോഴാട്ടോ അമ്മയുടെ ബർത്ത്ഡേ വന്നേ. അപ്പോൾ അമ്മയ്ക്ക് ഗിഫ്റ്റ് വാങ്ങുന്നതൊരു ഷോപ്പിംഗ് വ്ലോഗ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ആ വീഡിയോ കേട്ടോ. ലെറ്റ്സ് ഗോ. പോകുന്ന വഴിക്ക് അല്ലറ ചില്ലറ സാധനം വാങ്ങാൻ വേണ്ടി ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറി. എനിക്ക് കഴിഞ്ഞ ദിവസം ബോർഡ് വാങ്ങിച്ചേ. എന്തോ പിന്നെ എൻ്റെ അത് ചെയ്തേക്കുന്നേ? അത് ABCD അല്ല, 1 2 3 അക്ഷരം എഴുതിയതല്ലേ, എന്നിട്ടൊന്നും അറിയത്തില്ല. അടൂരുള്ള F ഡിസൈൻസിലാട്ടോ ഞാൻ ഡ്രസ്സ് നോക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനാണെങ്കിൽ ചുരിദാർ 3 പീസ് സെറ്റാട്ടോ നോക്കിയത്, പാൻറ്റും ഷോളും ഒക്കെ ഉള്ളത്. അപ്പോൾ 1-2 നോക്കി. പിന്നെ ഞാൻ ഓർത്തു അമ്മയ്ക്കിന് സൈസിൻ്റെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ പിന്നെ മാറാൻ അമ്മ വരണ്ടേന്ന്. പിന്നെ എവിടെ പോയാലും ഹേസുക്കൂട്ടന് ഇത് തന്നെയാട്ടോ പണി. ഹാങ്കറിൽ നിന്ന് തുണി എടുക്കുക, അതിൻ്റെ ലേബൽ എടുക്കുക എന്നൊക്കെ ഉള്ളതാട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ചുരിദാർ മെറ്റീരിയൽ നോക്കാമെന്ന്. ഇവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ചുരിദാർ മെറ്റീരിയലിൻ്റെയൊക്കെ. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കോഴഞ്ചേരിയിൽ F ഡിസൈൻസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ എൻ്റെ കുർത്തീസൊക്കെ അവിടെ നിന്നായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. നല്ല പ്രീമിയം കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ചുരിദാർ മെറ്റീരിയൽ ആണെങ്കിലും കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേയൊക്കെ നോക്കി. പിന്നെ എനിക്കൊരു വൈറ്റും ബ്ലാക്കും കൂടെ ഉള്ളത് ഇഷ്ടമായി. കാരണം ഈ വൈറ്റിലും ബ്ലാക്കിലും ഒത്തിരി നല്ല പാറ്റേൺസ് ഉള്ളത് അങ്ങനെ കിട്ടാറില്ലല്ലോ. സെറ്റ് ഒന്നുമില്ലായിരുന്നു. ആ ചേച്ചി എനിക്കൊന്നും വേണ്ടേ എന്ന് ചോദിക്കാൻ ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന പോലെയായിരുന്നു കേട്ടോ. ചോദിച്ചുടനെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ബാ ചേച്ചി നമുക്ക് നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. അംബർല ടൈപ്പ് സൽവാർസും ഉണ്ട് കേട്ടോ ഇവിടെ. ഈ ഒരു ബ്ലാക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷേ ഇതിൻ്റെ കളർ ചെറിയൊരു ഡിമ്മായിട്ടായിരുന്നു കേട്ടോ. സ്ലിറ്റഡ് സൽവാർസും ഉണ്ട് ഇവിടെ. ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ട്രയൽ ചെയ്ത് നോക്കിയായിരുന്നു, പക്ഷേ എനിക്ക് കുറച്ച് ടൈറ്റ്. പിന്നെ ഞാൻ എപ്പോഴത്തേയും പോലെ എൻ്റെ നേരെ A-ലൈൻ കുർത്തിയിലോട്ട് പോയി കേട്ടോ. എന്നിട്ട് ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് ട്രയൽ ചെയ്ത് നോക്കി. ഇവിടെ ഒരുപാട് കുർത്തീസിൻ്റെ കളക്ഷൻസും ഉണ്ട്. ഈ ഒരു കുർത്തി എനിക്കിഷ്ടമായി. ഇതിൻ്റെ ലൈനിങ് പക്ഷേ പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വേണമെങ്കിലും നമുക്ക് ലൈനിങ് ബാക്കിയും കൂടെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ ഞാൻ വേറെ സ്ലിറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പും ഇട്ട് നോക്കി. പക്ഷേ എനിക്ക് എപ്പോഴും സ്ലിറ്റ് ഇല്ലാത്ത ടോപ്പാട്ടോ കൂടുതലിഷ്ടം, A-ലൈൻ ടൈപ്പ്. ഇനി ക്വസ്റ്റ്യൻ ഇതോ ഇതോ? എന്നാ മതി നോക്കിയത് കേട്ടോ. ഇനി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നിന്ന് പോകും. അതെന്തോടെ എഴുതിയേക്കുന്നേ? പെപ്പ പിഗ്. ഇവിടുന്ന് ചുരിദാർ മെറ്റീരിയലും കുർത്തീസും എടുത്തിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ബേബി ഷോപ്പിൽ വരെ പോകണമായിരുന്നു. ഞങ്ങൾ ആദ്യം ബേബി കെയറിൽ പോയിട്ടോ. അപ്പോഴാണ് അറിയുന്നത് അടൂരെ ബേബി കെയർ പൂട്ടിയെന്നുള്ളത്. പിന്നെ F ഡിസൈൻസിൻ്റെ തൊട്ടടുത്തുള്ള ലിറ്റിൽ കപ്സിലാട്ടോ പോയത്. ഇവിടെ ഞങ്ങൾ ഇടയ്ക്ക് വരാറുള്ളതാണ്. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. ഏസുകുട്ടൻ ഈ കടയിൽ വരാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി ടോയ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഹേസുകുട്ടന് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു ഏതിൽ കയറുമെന്നുള്ളത്. അവസാനം പിന്നെ ഹേസുകുട്ടൻ തീരുമാനിച്ചു ബൈക്കിൽ തന്നെ കയറി കേട്ടോ. അങ്ങനെ ധൂമച്ചാല് ജീൻസ് മേടിച്ചു കൊടുത്തില്ല എന്ന് പറയരുത്. കുറേ പേര് മെസ്സേജ് ചോദിക്കും. അപ്പോൾ ജീൻസ് മേടിച്ച് കൊടുത്തു എന്ന് എടുത്തു. ആ ജീൻസാണ് ഇട്ടത്.
കേസ് ഉണ്ടായ സമയം തൊട്ട് കേസ് എന്തോ അത് ബോൾ മാത്രമേ മേടിച്ചുള്ളോ നിനക്കോ? ബുക്ക് മേടിച്ച് അക്ഷരമൊക്കെ എഴുതിയതല്ലേ? ഇനി മര്യാദക്കിരുന്ന് അക്ഷരം എല്ലാം പഠിച്ചോണം. ABCDയും IE 1 2 3 എല്ലാം കേട്ടോ? ഓക്കെ ആണോ? ഇനി കളിയൊക്കെ കുറഞ്ഞു, ഇനി പഠിത്തം മാത്രം. ഓക്കെ? സ്കൂളിൽ പോണ്ടേ നിനക്ക്? അങ്ങനല്ല, പഠിത്തവും കളിയും കൂടെ, അല്ലാണ്ട് പഠിത്തം മാത്രമൊന്നല്ല. ആണോ? ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ചെറിയ ചാച്ചമരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വ്ലോഗ് അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ബായ്.